ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സ്മാർട്ട് സ്റ്റഡി. 3ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് ക്രിസ്മസ് എക്സാം ഒക്കെ ആവാറായല്ലേ? അപ്പോൾ നിങ്ങൾക്ക് പുതിയ സിലബസ് ആയതുകൊണ്ട് തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒന്നും തന്നെ ഇല്ല. അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കൂട്ടുകാർക്ക് ക്രിസ്മസ് എക്സാമിന് വരാൻ സാധ്യതയുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സുമാണ്. കൂട്ടുകാരെല്ലാവരും ഈ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും എല്ലാം പഠിച്ചിട്ട് വേണം എക്സാമിന് പോകാൻ. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ സോഴ്സസ് ഓഫ് വാട്ടർ? വാട്ടറിൻ്റെ സോഴ്സസ് ഏതൊക്കെയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ആൻസർ റിവർ, പോണ്ട് ആൻഡ് വെൽ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ യൂസസ് ഓഫ് വാട്ടർ? വാട്ടറിൻ്റെ യൂസസ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കുറച്ച് യൂസസ് നോക്കാം. ഫോർ ബാത്തിങ്, കുളിക്കാൻ വേണ്ടി നമ്മൾ വാട്ടർ യൂസ് ചെയ്യും. അതേപോലെ തന്നെ ഫോർ ക്ലീനിങ് ഫ്ലോർ, ഫോർ വാഷിംഗ് ക്ലോത്ത്സ്, ഫോർ ഡ്രിങ്കിങ്, ഫോർ വാഷിംഗ് പ്ലേറ്റ്സ് ആൻഡ് ഫോർ വാഷിംഗ് വെഹിക്കിൾസ്. അപ്പോൾ ഇത്രയൊക്കെ യൂസാണ് വാട്ടർ കൊണ്ട് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇനിയും ഒരുപാടുണ്ട്. അപ്പോൾ കൂട്ടുകാർക്ക് അങ്ങനെ ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ കൂട്ടുകാർക്ക് അറിയാവുന്നത് എഴുതാം കേട്ടോ. മൂന്നാമത്തെ ക്വസ്റ്റ്യനിൽ എ ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ അബൌട്ട് ഹാവിങ് ഫുഡ് ഫ്രം എ ഡേർട്ടി പ്ലേസ്? ഒരു വൃത്തിയില്ലാത്ത സ്ഥലത്ത് നിന്ന് ഫുഡ് കഴിക്കുന്നതിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ആൻസർ, ഈറ്റിംഗ് ഫുഡ് ഫ്രം എ ഡേർട്ടി ഹോട്ടൽ ഈസ് നോട്ട് ഗുഡ് ഫോർ ഹെൽത്ത്. നമ്മുടെ ആരോഗ്യത്തിന് നല്ലതല്ല ഒരു ഡേർട്ടി പ്ലേസിൽ നിന്ന് അല്ലെങ്കിൽ ഡേർട്ടി ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിക്കുന്നത്. ബിക്കോസ് ഡേർട്ടി ഹോട്ടൽ ഈസ് വെരി ഡേർട്ടി. കാരണം എന്താണ്? ഒരു ഡേർട്ടി ഹോട്ടലിൽ വളരെയധികം വൃത്തിയില്ലായ്മ ഉണ്ടായിരിക്കും. ഇഫ് വി ഈറ്റ് ഫ്രം എ ഡേർട്ടി ഹോട്ടൽ ഇറ്റ് മേ ഡെഫിനറ്റ്ലി കോസ് സിക്ക്. നമ്മൾ ഇനി അഥവാ ഡേർട്ടി ഹോട്ടലിൽ നിന്നെല്ലാം ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അത് നമുക്ക് എന്താണ് അസുഖം വരാൻ കൂടുതലും സാധ്യതയുണ്ട് അല്ലേ? അങ്ങനെ ഡേർട്ടി ഹോട്ടൽസിൽ നിന്നെല്ലാം ഫുഡ് കഴിക്കുന്നതിൽ നിന്ന് നമുക്ക് അസുഖം വരും അല്ലേ? അടുത്ത ബി ക്വസ്റ്റ്യൻ, വിച്ച് ഡിസീസസ് ദാറ്റ് മേ സ്പ്രെഡ് ഇഫ് വി ടേക്ക് ഫുഡ് ഫ്രം സച്ച് ഡേർട്ടി പ്ലേസസ്? അങ്ങനെയുള്ള വൃത്തിയില്ലാത്ത സ്ഥലത്ത് നിന്ന് നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ അത് നമുക്ക് കുറേ ഡിസീസസ് തരും. എന്തൊക്കെ ഡിസീസസ് ആണ് തരുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഫ്രം മോസ്കിറ്റോസിൽ നിന്നും നമുക്ക് മലേറിയ, ഡെങ്കി ഫീവർ ആൻഡ് ചിക്കൻ ഗുനിയ എന്ന് പറയുന്ന ഡിസീസസ് ഒക്കെ സ്പ്രെഡ് ആവാൻ സാധ്യതയുണ്ട്. അതേപോലെ ഫ്രം ഹൗസ് ഫ്ലൈസിൽ നിന്ന് ടൈഫോയിഡ്, കോളറ, അതേപോലെ ലെപ്രോസി പറയുന്ന ഡിസീസസ് എല്ലാം നമുക്ക് കോസ് ആവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഫ്രം റാറ്റിൽ നിന്ന് ലെപ്റ്റോസ്പൈറോസിസ്, റാറ്റ് ഫീവർ. അപ്പോൾ ഇങ്ങനെയുള്ള ഡിസീസൊക്കെയാണ് നമ്മളൊരു ഡേർട്ടി പ്ലേസിൽ നിന്ന് ഫുഡ് കഴിച്ചാൽ നമുക്ക് വരാൻ സാധ്യതയുള്ളത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തത് നാലാമത്തെ ക്വസ്റ്റ്യൻ, നെയിം ദ ഫോളോവിങ്. അപ്പോൾ താഴെ കൊടുത്തിട്ടുള്ളവയ്ക്ക് എല്ലാം ഓരോ ഉദാഹരണങ്ങൾ അല്ലെങ്കിൽ നെയിംസ് കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. സെറിയൽസ് ഏതൊക്കെയാണ്? റൈസും വീറ്റും ആണ്. അതേപോലെ വെജിറ്റബിൾസിന് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ്? ബ്രിഞ്ചാൾ, ലേഡീസ് ഫിംഗർ. പൾസസ് ഏതൊക്കെയാണ്? ബംഗാൾ ഗ്രാം, റെഡ് ഗ്രാം. ട്യൂബേഴ്സ്, ടാപ്പിയോക്ക, കൊളക്കേഷ്യ. ലീഫി വെജിറ്റബിൾസ് ആയിട്ടുള്ളത് സ്പിനാച്ചും മുരിങ്ങ ലീവ്സുമാണ്. അപ്പോൾ ഇത് കൂട്ടുകാരെ എന്തായാലും പഠിച്ചിട്ട് പോകണം. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ പിക്ചർ തന്നിട്ട് അതിൻ്റെ പേര് എഴുതാനൊക്കെ ആവും വരിക. അപ്പോൾ അതെങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് എഴുതാൻ സാധിക്കും ഇത് പഠിച്ചിട്ട് പോയാൽ. അടുത്തതാണ് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. അതിലെ എ ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് ഡൗൺ ദ സൈക്കിൾ ഓഫ് ഫോർമേഷൻ ഓഫ് ബട്ടർഫ്ലൈ ഉണ്ടാകുന്ന ഒരു സൈക്കിൾ നമ്മളോട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആൻസർ നോക്കാം. ബട്ടർഫ്ലൈ ഉണ്ടാവാൻ ആദ്യം എഗ്ഗ് വേമായിട്ട് മാറും, പിന്നീട് വേം പ്യൂപ്പയായിട്ട് മാറും, പ്യൂപ്പയാണ് അവസാനം ബട്ടർഫ്ലൈ ആയിട്ട് മാറുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു ഫ്ലോ ചാർട്ട് കൂട്ടുകാരോട് ചോദിക്കും. അപ്പോൾ അത് കൂട്ടുകാർ പഠിക്കണം. അടുത്തതായതിലെ ബി ക്വസ്റ്റ്യൻ, റൈറ്റ് ഡൗൺ എ നോട്ട് ഓൺ ദ ഇമ്പോർട്ടൻസ് ഓഫ് പ്രൊട്ടക്റ്റിംഗ് ബട്ടർഫ്ലൈസ്. ബട്ടർഫ്ലൈസിനെ സംരക്ഷിക്കുന്നതിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് നമ്മളോട് ഒരു നോട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. Answer, due to the use of pesticides and excessive chemical fertilizers, the number of butterflies around us is decreasing. അപ്പോൾ എന്താണ്? നമ്മൾ പെസ്റ്റിസൈഡ്സ് യൂസ് ചെയ്യുന്നതിൻ്റെതും അതുപോലെ തന്നെ എക്സസീവ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്യുന്നതിൻ്റെയും ഒക്കെ ഫലമായിട്ട് ഇന്ന് നമുക്ക് ചുറ്റും കാണപ്പെടുന്ന ബട്ടർഫ്ലൈസിൻ്റെ എണ്ണം കുറഞ്ഞു വരികയാണ്. ഇറ്റ് റെഡ്യൂസസ് ദ ബ്യൂട്ടി ഓഫ് അവർ നേച്ചർ. ഇത് എന്താണ്? നമ്മുടെ നേച്ചറിൻ്റെ ബ്യൂട്ടിയെ റെഡ്യൂസ് ചെയ്യും. മോർ ഓവർ ദ എക്സ്റ്റിങ്ഷൻ ഓഫ് ദ സ്പീഷീസ് ദാറ്റ് ഡിപ്പെൻഡ് ഓൺ ദ ബട്ടർഫ്ലൈ ഓൾസോ ഒക്യൂസ്. അതുപോലെ തന്നെ ബട്ടർഫ്ലൈസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ബട്ടർഫ്ലൈസിനെ കഴിക്കുന്ന ഒരുപാട് സ്പീഷീസ് നമുക്ക് ചുറ്റുമുണ്ട്. അവർക്കും ഇത് ബാധിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ചുറ്റും ബട്ടർഫ്ലൈസിനെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഉണ്ടാവുക. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സിക്സ്ത് ക്വസ്റ്റ്യൻ, റൈറ്റ് ദ എക്സ്പെരിമെൻറ്റ് എയർ ഇൻസൈഡ് ദ സോയിൽ. ഓക്കെ, അപ്പോൾ എയർ ഇൻസൈഡ് ദ സോയിൽ എന്ന് പറയുന്ന എക്സ്പെരിമെൻറ്റ് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ള എക്സ്പെരിമെൻ്റ് ആണ്. അതിൻ്റെ എക്സ്പെരിമെൻറ്റ് കുറിപ്പ് നമ്മളോട് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. അതിന് ആദ്യമായിട്ട് നമ്മൾ എഴുതേണ്ടത് മെറ്റീരിയൽസ് റിക്വയർഡ്. എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് വേണ്ടത് ഈ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ എന്ന് നമ്മൾ എഴുതണം.
ഗ്ലാസ്, വാട്ടർ ആൻഡ് ക്ലേ. അപ്പോൾ ഗ്ലാസും വാട്ടറും ക്ലേയുമാണ് ഈ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ. അടുത്തത് എക്സ്പെരിമെൻറ്റ് മെത്തേഡ്. എങ്ങനെയാണ് നമ്മൾ ഈ എക്സ്പെരിമെൻറ്റ് ചെയ്യേണ്ടത് എന്ന് നോക്കാം. ടേക്ക് സം ഡ്രൈഡ് ക്ലംസ് ഓഫ് സോയിൽ. അത് നമ്മളോട് ഡ്രൈ ആയിട്ടുള്ള കുറച്ച് സോയിൽ എടുക്കാൻ പറയുന്നുണ്ട്. അടുത്തത് ടേക്ക് സം വാട്ടർ ഇൻ എ ഗ്ലാസ് ആൻഡ് പുട്ട് ദ സോയിൽ ക്ലംസ് ഇൻ ഇറ്റ്. അടുത്ത് നമ്മൾ ഒരു ഗ്ലാസ് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വാട്ടർ ഒഴിച്ച് കൊടുത്തിട്ട് ആ സോയിൽ, നമ്മൾ എടുത്ത സോയിൽ ക്ലംസ് അതിലേക്ക് ഇട്ട് കൊടുക്കണം. വാട്ട് ഈസ് ഹാപ്പനിങ്, അപ്പോൾ എന്താണ് നടക്കുന്നത് എന്ന് നമ്മൾ നോക്കണം. റൈറ്റ് ദ ഫൈൻഡിങ്സ്, നമ്മളോട് ഫൈൻഡിങ്സ് എഴുതാനും പറഞ്ഞിട്ടുണ്ട്. അടുത്തത് നമ്മൾ ഒബ്സർവേഷൻ എഴുതണം. വി ക്യാൻ സീ ബബിൾസ് ഇൻ ദ ഗ്ലാസ്. നമുക്ക് ആ ഗ്ലാസ്സിൽ ബബിൾസ് കാണാൻ സാധിക്കും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്താണ് കിട്ടിയത് എന്നാണ് നമ്മൾ ഫൈൻഡിങ്സിൽ എഴുതേണ്ടത്. അപ്പോൾ നമുക്ക് എന്താണ് മനസ്സിലായത്? എയർ എക്സിസ്റ്റ് ഇൻ ദ സോയിൽ. സോയിലിൽ എയർ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും അല്ലേ, ആ ബബിൾസ് വരുന്ന കാണുമ്പോൾ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എക്സ്പെരിമെൻറ്റ് എഴുതേണ്ടത്. നമുക്ക് 7th ക്വസ്റ്റ്യൻ നോക്കാം. 7th ക്വസ്റ്റ്യൻ ആണ്. എ ക്വസ്റ്റ്യൻ നോക്കാം. ഗിവൺ ബിലോ ആർ സം വേസ്റ്റ് മെറ്റീരിയൽസ്. താഴെ നമുക്ക് കുറച്ച് വേസ്റ്റ് മെറ്റീരിയൽസ് കൊടുത്തിട്ടുണ്ട്. ക്യാൻ യു സോർട്ട് ദം ആൻഡ് ഡിസ്പോസ് ഓഫ് ദം ഇൻ ദ അപ്രോപ്രിയേറ്റ് വേസ്റ്റ് ബിൻസ്. നമ്മളോട് അത് വേർതിരിച്ചിട്ട് അത് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള വേസ്റ്റ് ബിൻസിലേക്ക് ഡിസ്പോസ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. താഴെ കൊടുത്തിട്ടുള്ള വേസ്റ്റ് മെറ്റീരിയൽസ് പ്ലാസ്റ്റിക് കവേഴ്സ്, തെർമാക്കോൾ, ബ്രോക്കൺ പീസസ് ഓഫ് ഗ്ലാസ്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾ വേസ്റ്റ്, ബാറ്ററീസ്, ബൾബ്സ്, പേപ്പർ, മെഡിസിൻ ബോട്ടിൽസ്. അപ്പോൾ ഇത്രയൊക്കെ വേസ്റ്റാണ് കൊടുത്തിട്ടുള്ളത്. അത് ഫസ്റ്റ് നമുക്ക് ഹസാഡിയസ് വേസ്റ്റ് തരംതിരിക്കാം. ഹസാഡിയസ് വേസ്റ്റ് ഏതൊക്കെയാണ് അതിൽ? ബാറ്ററീസ്, മെഡിസിൻസ്, ബോട്ടിൽസ്, ബൾബ്സ് ഒക്കെയാണ്. അടുത്തത് ഇനോർഗാനിക് വേസ്റ്റ്, പ്ലാസ്റ്റിക് കവേഴ്സ്, തെർമാക്കോൾ ആൻഡ് ബ്രോക്കൺ ഗ്ലാസ് പീസസ്. അടുത്തത് അതിൽ നിന്ന് ഓർഗാനിക് വേസ്റ്റ് തരംതിരിക്കാം. ഓർഗാനിക് വേസ്റ്റ് ഏതൊക്കെയാണ്? ഫ്രൂട്ട്സ്, വെജിറ്റബിൾ വേസ്റ്റ്, പേപ്പറൊക്കെയാണ് ഓർഗാനിക് വേസ്റ്റ്. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ വേസ്റ്റ് മെറ്റീരിയൽസ് തന്നു കഴിഞ്ഞാൽ അത് സോർട്ട് ചെയ്തിട്ട് ഡിസ്പോസ് ചെയ്യേണ്ടത്. അതിൽ ബി ക്വസ്റ്റ്യൻ, വൈ ഡു വി സേ ദാറ്റ് വി ഷുഡ് നോട്ട് ത്രോ എവേ പ്ലാസ്റ്റിക് ഒബ്ജക്ട്സ്. പ്ലാസ്റ്റിക് ഒബ്ജക്ട്സ് ഒന്നും എറിയരുത് അല്ലെങ്കിൽ കളയരുത് മണ്ണിൽ എന്ന് നമ്മൾ പറയുന്നത് എന്തുകൊണ്ടാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആൻസർ നോക്കാം. പ്ലാസ്റ്റിക് ഡു നോട്ട് ഡിസോൾവ് ഇൻ വാട്ടർ ഓർ ഡീകമ്പോസ് ഇൻ ദ സോയിൽ. പ്ലാസ്റ്റിക് ഒരിക്കലും വാട്ടറിൽ ഡിസോൾവ് ആവുകയോ അതേപോലെ സോയിലിൽ ഡീകമ്പോസ് ചെയ്യുകയോ ചെയ്യില്ല. ദേ വിൽ റിമൈൻ ഇൻ ദ സോയിൽ ഫോർ മെനി ഇയേഴ്സ് ആൻഡ് ദിസ് ഈസ് ഹാംഫുൾ ടു സോയിൽ. അത് നമ്മൾ സോയിലിൽ ഇട്ട് കഴിഞ്ഞാൽ അത് ആ സോയിലിൽ ഒരുപാട് വർഷം കെടുക്കുകയും അത് സോയിലിന് ദോഷകരമായ ഒരു കാര്യവുമാണ് നമ്മൾ ഈ വേസ്റ്റൊക്കെ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ഒബ്ജക്ട്സ് ഒക്കെ നമ്മുടെ മണ്ണിലിടുന്നത്. അപ്പോൾ ഇതുകൊണ്ടാണ് പ്ലാസ്റ്റിക് ഒബ്ജക്ട്സ് ഒന്നും മണ്ണിൽ എറിയരുത് അല്ലെങ്കിൽ മണ്ണിലിടരുത് എന്ന് പറയുന്നത്. 8ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഷുഡ് ബി കെപ്റ്റ് ഇൻ മൈൻഡ് വൈൽ വാക്കിംഗ് ഓൺ ദ റോഡ്. നമ്മൾ റോഡിൽ നടക്കുമ്പോൾ എന്താണ് നമ്മൾ മൈൻഡിൽ വെക്കേണ്ടത് അല്ലെങ്കിൽ മൈൻഡിൽ കീപ്പ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. ആൻസർ, വാക്ക് അലോൺ ദ റൈറ്റ് സൈഡ്. നമ്മൾ റൈറ്റ് സൈഡിൽ മാത്രമേ നടക്കാൻ പാടുകയുള്ളൂ. ഡോണ്ട് വാക്ക് ക്ലട്ടേർഡ്. ഒരിക്കലും റോഡിൽ നടക്കുമ്പോൾ അലങ്കോലപ്പെട്ട് നടക്കരുത്. നമ്മൾ ഒരുപാട് പേരുണ്ടെങ്കിൽ ആകെ പരന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് നടക്കരുത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. വാക്ക് ഓൺലി അലോങ് ദ ഫുട്പാത്ത് ഇഫ് ഇറ്റ്സ് ദർ. അവിടെ ഫുട്പാത്ത് ഉള്ള സ്ഥലമാണെങ്കിൽ ഫുട്പാത്തിലൂടെ നടക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അടുത്തത് 9ാമത്തെ ക്വസ്റ്റ്യൻ, വൈ ഷുഡ് ബി ഇൻക്ലൂഡ് സെറിയൽസ്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, പൾസസ് എക്സെട്ര ഇൻ അവർ ഡയറ്റ്. എന്തിനാണ് നമ്മൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഡയറ്റിൽ വെജിറ്റബിൾസും ഫ്രൂട്ട്സും സെറിയൽസും എല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്നത് എന്നാണ് ചോദിക്കുന്നത്. ആൻസർ, ഹെൽപ്പ് ടു ഗ്രോ. നമ്മളെ വളർച്ചയ്ക്ക് അത് ആവശ്യമാണ്. ടു പ്രിവെൻറ്റ് ഡിസീസസ്, നമ്മളെ ഡിസീസസിൽ നിന്ന് പ്രിവെൻറ്റ് ചെയ്യാനും. ടു ഗെറ്റ് സ്ട്രെങ്ത് ടു ഡു വർക്ക്, നമുക്ക് വർക്കൊക്കെ ചെയ്യാനും നമ്മളെ കാര്യങ്ങളെല്ലാം ചെയ്യാനും ഒരു സ്ട്രെങ്ത് ലഭിക്കാനും വേണ്ടിയിട്ടാണ് നമ്മളുടെ ഡയറ്റിൽ സെറിയൽസും ഫ്രൂട്ട്സും വെജിറ്റബിൾസ് എല്ലാം നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അടുത്ത നമുക്ക് ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 10ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ടൈപ്പ് ഓഫ് ഫുഡ് വി കൺസ്യൂം മോർ. എന്ത് ടൈപ്പ് ഫുഡാണ് നമ്മൾ കൂടുതലും കഴിക്കാറ്? കുക്ക്ഡ് ഓർ അൺകുക്ക്ഡ്. കുക്ക്ഡ് ആയിട്ടുള്ളതാണോ അതോ അൺകുക്ക്ഡ് ആയിട്ടുള്ളതാണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അത് കൂട്ടുകാർക്ക് ചെയ്യാവുന്ന ഒരു ആൻസറാണ്. കൂട്ടുകാർ കൂടുതലും എന്ത് ഭക്ഷണമാണ് കഴിക്കാറ്? കുക്ക് ചെയ്തിട്ടുള്ള ഭക്ഷണമാണോ അല്ലെങ്കിൽ അൺകുക്ക്ഡ് ആയിട്ടുള്ള ഭക്ഷണമാണോ എങ്കിൽ അത് കൂട്ടുകാർ അവിടെ എഴുതണം. വൈ ഡു വി കുക്ക് ഫുഡ് ഐറ്റംസ്. എന്തിനാണ് നമ്മൾ ഫുഡ് ഐറ്റംസ് കുക്ക് ചെയ്യുന്നത് എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് നോക്കാം. ആൻസർ, ടു ഇൻക്രീസ് ദ ടേസ്റ്റ്. ടേസ്റ്റ് ഇൻക്രീസ് ചെയ്യാൻ. ടു ഈസ് ദ ഡൈജഷൻ, നമ്മളെ ഡൈജഷൻ ഈസി ആക്കാൻ. ടു ഡിസ്ട്രോയ് ദ ജേംസ്, ജേംസിനെ എല്ലാം ഡിസ്ട്രോയ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ
ഫുഡ് ഐറ്റംസ് എല്ലാം കുക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഫുഡ് ഐറ്റംസ് കുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ കഴുകുകയൊക്കെ ചെയ്യുമല്ലേ, അപ്പോൾ അതിൽ നിന്ന് ജേംസ് എല്ലാം ഡിസ്ട്രോയ് ആയി പോകും. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ എന്താക്കുന്നത്, ഫുഡ് ഐറ്റംസ് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു 10 ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇത് കൂട്ടുകാർ എന്തായാലും പഠിച്ചിട്ട് വേണം എക്സാമിന് പോകാൻ. നിങ്ങൾക്ക് എക്സാമിന് വരാൻ സാധ്യതയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 10 ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. അപ്പം ഇന്ന് നമ്മളെ പറഞ്ഞ എല്ലാ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും കൂട്ടുകാർക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ കൂട്ടുകാർക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.